ഗൈസ് നമ്മളിവിടെ എക്കോ പാർക്കിൽ എത്തിയിട്ടുണ്ട്. സോ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇനി കൊണ്ടുപോവുകയാണ്. സോ ഗൈസ് ഇവിടെ ഭയങ്കര വെയിലാണ്, പക്ഷെ കുഴപ്പമില്ല ഗൈസ്. നമ്മൾ അന്ന് വന്നപ്പോഴത്തെ അത്ര ചൂടൊന്നുമില്ല, അടിപൊളിയാണെന്ന് തോന്നുന്നു. ഗൈസ് ആമി ഇവിടെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഹായ് പറാമി. അപ്പോൾ ഗൈസ് ക്ലിയർ ആണോ എന്നറിയില്ല, നല്ലൊരു സംഭവം ഇവിടെ ഉണ്ട്. ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ തൊപ്പി വെച്ചുകൊണ്ടിരിക്കുന്ന ദേവുവിനെയാണ് കാണുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. സോ ചാച്ച ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചാച്ചേനെ ഇവിടെ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ചാച്ച അതിൻ്റെ ഇടയ്ക്കുണ്ട്. സോ ഗൈസ് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ പിൻ ചെയ്യണം. സോ അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്യൂ നിൽക്കണം. സോ നല്ല സെറ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. യെസ്, ഇത് കണ്ടോ ഗൈസ്, അവർ ഫ്രണ്ടിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ പിരമിഡ് കണ്ടോ നിൽക്കുന്നു. അടിപൊളി വീഡിയോ ആണ് ഗൈസ്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും പിന്നെ ഐസ്ക്രീം പാർലറും കോഫി ഷോപ്പും ഒക്കെ ഉണ്ട്. ഇതൊരു ഗെയിം പാർക്കാണ് ഗൈസ്. നമ്മൾ പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഇതൊരു ഗെയിം പാർക്കാണ് ഗൈസ്. കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കണ്ടു. ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഇത് അടിപൊളിയാണ്, കാണുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ നല്ല രസമുണ്ട്. ഗൈസ് ഞങ്ങളെ ഗെയിം പാർക്കിൽ കയറ്റില്ല, പക്ഷെ നമ്മളെ കൂട്ടാണ്ട് അവർ പോകുന്നു. വേഗം വരും, ഓടിക്കോ. അപ്പോൾ ഗൈസ് ഇനിയാണ് നമ്മൾ പോകാൻ പോകുന്നത് 7 വണ്ടേഴ്സിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇത് കണ്ടോ ഗൈസ്, താജ്മഹൽ, പിരമിഡ്. യെസ്, അടിപൊളിയാണ്. ഇതാ 7 വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ടിക്കറ്റ് കാണാൻ പറ്റും. അപ്പം നമ്മളിതാ പോവുകയാണ്. എന്താ അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഇതിലേ വരുന്നത്. ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര വെയിലാണ് ഇവിടെ ഗൈസ്. ഇവിടെ എല്ലാവരും ഫോട്ടോയും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടുന്ന് കറക്റ്റ് എല്ലാം കാണാൻ പറ്റും. സോ ഗൈസ് നമ്മളിപ്പോൾ ഒരു സാധനം കാണാൻ പോവാണ്. അതെ, സൂര്യകാന്തി കാണാൻ പോവാണ് ഗൈസ്. ഗൈസ് സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്നത് കണ്ടോ? ഞാൻ നിൽക്കുന്ന പോലെ ഉണ്ട്. അതെ, അതെ, ഇവിടെ വേറൊരു പൂവുണ്ട്, ഇവിടെ വേറൊരു പൂവുണ്ട്. എല്ലായിടത്തും കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നല്ല രസമാണ്. എല്ലാവരും നിലത്ത് ഇരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നില്ല, കാരണം ഭയങ്കര ചൂടാണ്. ക്ലീനൊക്കെയാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് അവരെവിടെയും നോക്കാം. അവിടെ ആമി അവിടെ കളിക്കാൻ തുടങ്ങി. സോ ഗൈസ് ആമി ഇത് അവിടെ കളിക്കാൻ പോവാണ്. ഇതിലാണ് കയറുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് പറയാം, ഭയങ്കര വെയിലാണ്. സോ ആമി മോളിൽ കയറുന്നുണ്ട്. ഒരു മിനിറ്റ്. ആമി ഓക്കേ. സോ അതാണ് ഗൈസ്, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കുറേ സൺഫ്ലവർ കണ്ടു. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുകയാണ് ഗൈസ്. കുറച്ചും കൂടെ നടന്നെത്തിയപ്പോൾ വീണ്ടും നല്ല ക്ലിയറുള്ള സൂര്യകാന്തികളെ കണ്ടു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇതാ സൂര്യകാന്തിയിലൊരു തേനീച്ച, അതിനെ ഓടിച്ചപ്പോൾ എന്തൊരു സമാനം ഗൈസ്. കുഞ്ഞും ആമിയും കൂടെ ഓടിപ്പോവാണ്. കുഞ്ഞ് ആക്ച്വലി എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. സോ ഗൈസ് കുഞ്ഞ് അവൾ ഡിഗ്രിയിലാണ് പഠിക്കുന്നത്, പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു പക്വതയൊന്നുമില്ല, പക്ഷെ പക്വതയുണ്ട്. ക്യാമറ വരാൻ അവൾക്ക് വളരെ മടിയാണ്. പക്ഷെ ഞങ്ങൾ അവൾ അറിയാതെ പല വീഡിയോ എടുക്കുന്നതാണ്. നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസിലും അവളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബംഗാൾ ട്രിപ്പിന് ചാച്ചയുടെ അടുത്തേക്ക് അവൾ വന്നാണ്. അപ്പോൾ നമുക്ക് അവൾ കാണാണ്ടൊക്കെ വീഡിയോ എടുക്കാം. ദേവ് ഇവിടെ വാചകം അടിക്കട്ടെ ഗൈസ്, നമുക്ക് പോവാം. അടുത്ത ആമി കളിക്കുന്നു, നമുക്ക് വീണ്ടും വട്ടം കളിക്കുന്നു. സോ ഗൈസ് ഈ കൊച്ച് മേഘനെ കണ്ടിട്ട് പേരെന്താണ്? അതെ ഗൈസ്, അതെ, മേഘ വളച്ചെടുത്ത്. അപ്പോൾ ഗൈസ് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നു. നിങ്ങൾക്ക് എത്രമാത്രം കാണാമെന്നറിയില്ല, പക്ഷെ ഇവിടുന്ന് എന്താ, കാരണം ഇവിടുന്ന് കുറച്ച് താന്നിട്ടാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് പോകുന്നതാണല്ലോ. അടിപൊളിയാണ്. സാമി ഇവിടെ 4 പേരുടെ ഒപ്പം, അറിയാത്ത 4 പേരുടെ ഒപ്പം ചാടുകയാണ്, സോറി ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ആമി ഹായ്. അപ്പോൾ ഉന്തട്ടെ, ആമീനെ ഉന്തി കൊടുക്കാൻ ലച്ചു പോകുന്നു.
കൂടെയുള്ളവർ നമ്മുടെ ഭാഷ അറിയാത്ത ആളുകളാണ്. സോ അതുകൊണ്ട് ആരോടും വർത്താനം പറയാൻ പോകുന്നില്ല. ഗൈസ്, ഒരാളെൻ്റെ പുറകെ നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുമെന്ന് പ്രതീക്ഷിച്ച് അവളെൻ്റെ പുറകെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ തണലാണ്. സോ ഗൈസ്, വീണ്ടും ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ആമി വീണ്ടും അതിലേക്ക് ഓടി പോയിട്ടുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ബട്ടർഫ്ലൈ ഗാർഡൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഉള്ളിലേക്ക് പോവാം. ഗൈസ്, കുഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന അവളെ അറിയാണ്ട് ഞാൻ എടുക്കുകയാണ്. സോ ഗൈസ്, ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. അതപ്പോൾ അതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതിൽ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കാരണം നല്ലൊരു ഫീലാണ്. നമുക്ക് നല്ല രസത്തിൽ പൂക്കളും പൂമ്പാറ്റകളൊക്കെ കണ്ട് കാണാൻ നല്ല രസമാണല്ലോ. കണ്ടോ, ഇവിടെ കുറേ പൂക്കളുണ്ട്. അതിനിടയ്ക്കൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ കുറേ സൂര്യകാന്തി പൂക്കളുണ്ട്, കുറേ ഗൈസ്. സോ ഗൈസ്, ഇവിടെ ഒരു റൗണ്ടിൽ ഗൈസ്, അപ്പം ഞാൻ ഒരു പൂമ്പാറ്റ വന്ന് നിൽക്കുന്ന എടുത്തു. ഞാൻ ഇത്ര നേരം നടന്നതിൽ വേറൊരു പൂമ്പാറ്റ അവിടെ ഉണ്ട്. എവിടെ? അതവിടെ നിൽക്കുന്നു ഗൈസ്. വിശാലമായിട്ട് നിരന്ന് കിടക്കുകയാണ് ഗൈസ്. നല്ല രസമാണ്. ഇതാ സൈക്കിൾ സവാരിയുടെ സൈക്കിൾസ് ഇവിടെ കുറേ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ അവിടെ എന്തോ DJ പാർട്ടി നടത്തുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് നടക്കുകയാണ്. എങ്ങോട്ടാണെന്നുള്ളത് ഗൈസ്, ഇത് കണ്ടോ, ഒരു അടിപൊളി ഗേറ്റ്. ഇതിൻ്റെയൊക്കെ കവാടമാണ്. അടിപൊളിയാണ് ഗൈസ്. ഇത് കണ്ടോ, ഇത് പറയുന്നത് ഇഗ്ലു ആണെന്നാണ് പറയുന്നത്. അല്ലല്ലേ, ആമിയാണ് പറഞ്ഞത്. സോ ഗൈസ്, ഇനി എടുക്കുന്നത് ഇനി നമ്മൾ പോകുന്ന ഹെലിക്കോണിയ ഗാർഡനിലേക്കാണ്. ആമി പുറത്തൂടെ നടന്നു വരുന്നുണ്ട്. ഇത് കണ്ടോ ഗൈസ്, കുളമാണെന്ന് തോന്നുന്നു, പാലം. ഇവിടെ നമ്മൾ അടുത്തുനിന്ന് കാണുമ്പോഴാണ് അടിപൊളി. ഇത് കണ്ടോ, പച്ചപ്പ് വളരെ നീറ്റാണ്. നമുക്ക് ഇരുന്നുകൊണ്ടൊക്കെ കാണാൻ പറ്റും. ഈ വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആയിരിക്കും. അതിൻ്റെ പാർട്ട് 2, പാർട്ട് 1 രീതിയിലിടാം. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇത് കണ്ടോ ഗൈസ്, അടിപൊളിയായിട്ട് ഒരു വ്യൂ ആണ്. ഇതിൻ്റെ ഒരു എൻട്രൻസ്. ഇങ്ങനെ നമുക്ക് പോവാം. സോ നമുക്കതിലേ പോവാം. ഒരു തണൽ ഗൈസ്. ഇവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ പാലം കടന്നാണ് നടക്കുന്നത്. പക്ഷേ അത് നടക്കാൻ പറ്റുന്നില്ല, ബ്ലോക്കാണ് ഗൈസ്. അവിടെ നിന്നൊരു വെള്ളച്ചാട്ടം വരുന്നൊരു ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ വെള്ളച്ചാട്ടം, നല്ല തെളിഞ്ഞ വെള്ളം, ക്ലീൻ വാട്ടറാണെന്ന് തോന്നി. ഗൈസ്, വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവാണ് ഗൈസ്. യെസ്. സോ ഗൈസ്, ഞങ്ങൾ ഇത് ബോട്ടിങ്ങിന് പോവാണ് ഗൈസ്. അവർ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഞങ്ങൾ ഇവിടെ പാരാഗ്ലൈഡിങ് അല്ല, നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇത് ചെയ്യാണ്. ചാച്ചയും ലച്ചുമാണ് ആ സാധനം ചവിട്ടുന്നത്. ആമിയുണ്ട്. ആമി ഇതായിരിക്കുന്നു, കുഞ്ഞിതായിരിക്കുന്നു, അമ്മ ഇതായിരിക്കുന്നു, ഞാനിതായിരിക്കുന്നു. ബോട്ടിങ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അതാ ഗൈസ്, നോക്കിയോ, നമ്മളിതാ ബോട്ടിങ് പെഡൽ ബോട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പെഡൽ ബോട്ടിങ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. സോ ഗൈസ്, ലച്ചു അതാ ചവിട്ടുന്നു ഗൈസ്, ചാച്ച ചവിട്ടുന്നു. ആമി ഇവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇതാ വീഡിയോയിലൊക്കെ നിൽക്കുന്നു ഗൈസ്. ഇത് നോക്കൂ, നമ്മളിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോവാണ്. കണ്ടിരിക്കരുത്. സമയം നോക്കിയോ? ഗൈസ്, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. വീഡിയോ എടുക്കുവാണ്.
ഗൈസ് അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ഇത് കണ്ടോ, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലച്ചു ആണ് ഗൈസ്. എനിക്ക് ചവിട്ടാൻ പേടിയായതുകൊണ്ട് ലച്ചുവിനെയാണ് നമ്മൾ ചവിട്ടിപ്പിക്കുന്നത്. ലച്ചുവും ചാച്ചയും ചവിട്ടുന്നുണ്ട്. ആണോ? ആമിയാണ് ചവിട്ടുന്നത്. സോ ഗൈസ് ആമിയാണ് ചവിട്ടുന്നത്. ആമിയാണ് നമ്മളെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എത്തിക്കുന്നത്. സോ ഗൈസ് ചാച്ച വെറുതെ ഇരിക്കുകയില്ല, ചാച്ച ഗിയറാണ് മാറ്റുന്നതെന്ന് തോന്നുന്നു. അവിടെ എനിക്കറിയത്തില്ല ഗൈസ്. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ അല്ല വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് അടിപൊളിയാണ്. ഇതാണ് കേട്ടോ നല്ല. സോ ഗൈസ് നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്. ബോട്ടിങ്ങിലൂടെ പോയപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. നമുക്കിത് കാണാൻ അടിപൊളിയാണ് ഗൈസ്. നമ്മളിങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കണ്ടോ. നല്ല അടിപൊളി വീഡിയോ ആണ്. മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് നമുക്ക് അടുത്തുനിന്ന് കാണുമ്പോൾ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ എടുത്തപ്പോൾ നമുക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. ഇത് അടുത്തുനിന്ന് കാണാൻ അടിപൊളിയാണ് ഗൈസ്. ഗൈസ് നമ്മളിത് അടുത്തൂടെ പോവാണ് കണ്ടോ. അടുത്തൂടെ നമുക്കിതാ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിലെ നടക്കാൻ നമുക്ക് നിൽക്കാവുന്നതാണ്. ഈ പാലത്തിൽ നിൽക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്ത് അവർ വെച്ചുകൊണ്ട് നമുക്ക് നിൽക്കത്തില്ല. ഇത് നമ്മൾ ബോട്ടിങ്ങിലൂടെ ചെയ്യാണ്. സോ ഗൈസ് ലച്ചു എക്സസൈസിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എക്സസൈസ് ചെയ്യാത്ത ലച്ചുവിനെ കൊണ്ട് നമ്മളിവിടെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ്. വെള്ളം കുടിക്കുകയാണ് ഗൈസ്, ദാഹിച്ചു. സോ ഗൈസ് ഇപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് ലച്ചു ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുറേ സെറ്റപ്പ് ഉണ്ട്. ലച്ചു അവിടെ എക്സസൈസ് കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ലച്ചുവിനെ കാണാം. എക്സസൈസ് കഴിഞ്ഞ് വരുന്ന ലച്ചു. സോ ഗൈസ് ഇവിടെ ഒരു എൻട്രൻസ് പോലെയുണ്ട്. ഇത് നമ്മുടെ സ്കൾപ്ചർ ഗാർഡൻ ആണ്. ഹിസ്റ്ററി ഓഫ് ബംഗാൾ. ബംഗാളിൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. ഇതാണ് ഗൈസ് ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ് ഇവിടെ വലിയൊരു മാനും ഇവിടെ നല്ലൊരു സ്പേസാണ്. ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ നല്ല എല്ലാവരും ഈവനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആളുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ വെയിലില്ല. നമ്മൾ ആദ്യം വന്ന അത്രയും വെയിലിപ്പോൾ ഇല്ല.